ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡില്ലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ SSC GD എക്സാമിനേഷൻ്റെ വേക്കൻസി നിലവിൽ ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. നിലവിൽ 50,000-ത്തിലധികം വേക്കൻസികളാണ് SSC GD എക്സാമിനേഷന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേക്കൻസി ഏതൊക്കെ രീതിയിലാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫോഴ്സിലാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSC GD എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നിലവിലെ SSC GD എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ഏകദേശം 39,481 വേക്കൻസി ആയിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 53,690 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SSC GD എക്സാമിനേഷന് അറ്റംപ്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ ഏതൊക്കെ ഫോഴ്സിലേക്കാണ് വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ BSFലേക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് 15,654 വേക്കൻസി ആയിരുന്നു. അത് ഇൻക്രീസ് ആയിട്ട് 16,371 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത CISF നോക്കുകയാണെങ്കിൽ ആദ്യം 7,145 വേക്കൻസി ആയിരുന്നു. അത് ഇൻക്രീസ് ആയിട്ടുണ്ട് 16,571 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത CRPF നോക്കുകയാണെങ്കിൽ 11,541 വേക്കൻസി ആയിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം 14,359 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത SSP നോക്കുകയാണെങ്കിൽ 819 വേക്കൻസി ആയിരുന്നു. അത് ഇൻക്രീസ് ആയിട്ട് 902 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 3,017 വേക്കൻസി ആയിരുന്നു. ഇൻക്രീസ് ആയിട്ട് 3,468 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ആസം റൈഫിൾസ് നോക്കുകയാണെങ്കിൽ 1,248 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇൻക്രീസ് ആയിട്ട് 1,865 വേക്കൻസി നിലവിൽ ആസം റൈഫിൾസിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കേരളത്തിൽ എത്രത്തോളം വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ നോർമൽ ഏരിയയിലെ വേക്കൻസി നോക്കാം. ആദ്യം BSFലേക്ക് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 184 വേക്കൻസി ആയിരുന്നു. ഇൻക്രീസ് ആയിട്ട് നിലവിൽ 213 വേക്കൻസി ആയിട്ടുണ്ട്. അടുത്ത CSFൻ്റെ 89 വേക്കൻസി ആയിരുന്നു. നിലവിലത് 211 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അടുത്ത CRPF നോക്കുകയാണെങ്കിൽ 156 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 190 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. SSB നോക്കുകയാണെങ്കിൽ ആകെ 11 വേക്കൻസി ആയിരുന്നു. നിലവിൽ 19 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ITBP നോക്കുകയാണെങ്കിൽ 36 വേക്കൻസി ആയിരുന്നു. അത് 46ആയി ഉയർന്നിട്ടുണ്ട്. ആസം റൈഫിൾസ് നോക്കുകയാണെങ്കിൽ 16 വേക്കൻസി ആയിരുന്നു. നിലവിലത് 26 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മെയിൽസിൻ്റെ നോർമൽ ഏരിയയിലെ വേക്കൻസി ഇൻക്രീസ്. ഇനി അടുത്ത മെയിൽസിൻ്റെ നക്സൽ ഏരിയയിലെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ BSFലേക്ക് ആകെ 119 വേക്കൻസി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അത് 155 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. CISFൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 58 വേക്കൻസി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഇൻക്രീസ് ആയിട്ട് 160 വേക്കൻസി ഉണ്ട്. അടുത്ത CRPF നോക്കുകയാണെങ്കിൽ നിലവിൽ 102 വേക്കൻസി ആയിരുന്നു. 123 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. SSBയിലേക്ക് ആകെ 8 വേക്കൻസി ആയിരുന്നു. അത് 15 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ITBPയിലേക്ക് ആകെ 18 വേക്കൻസി ആയിരുന്നു. അത് 29 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ആസം റൈഫിൾസ് നോക്കുകയാണെങ്കിൽ ആകെ 10 വേക്കൻസി ആയിരുന്നു. അതിപ്പോൾ നിലവിൽ 13 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മെയിൽസിലെ നക്സൽ അഫക്റ്റഡ് ഏരിയയിലെ വേക്കൻസി ഇൻക്രീസിൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ BSFലേക്ക് ആകെ 32 വേക്കൻസി ആയിരുന്നു. അത് ഇൻക്രീസ് ആയിട്ട് 37 ആയിട്ടുണ്ട്. ഇനി അടുത്ത CSF നോക്കുകയാണെങ്കിൽ ആകെ 10 വേക്കൻസി ആയിരുന്നു. അത് ഇൻക്രീസ് ആയിട്ട് 23 വേക്കൻസി ആയിട്ടുണ്ട്. CRPF നോക്കുകയാണെങ്കിൽ ആകെ 4 വേക്കൻസി ആയിരുന്നു. അത് ഇൻക്രീസ് ആയിട്ട് 8 വേക്കൻസി ആയിട്ടുണ്ട്. SSBയിലേക്ക് നേരത്തെയും ഇപ്പോഴും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ITBP നോക്കുകയാണെങ്കിൽ ആകെ 7 വേക്കൻസി ആയിരുന്നു. 11 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അടുത്ത ആസം റൈഫിൾസ് നോക്കുകയാണെങ്കിൽ ആകെ 1 വേക്കൻസിയാണ്. വേക്കൻസി ഇൻക്രീസ് ആയിട്ടില്ല. ഇങ്ങനെയാണ് ഫീമെയിൽസിൻ്റെ നോർമൽ ഏരിയയിലെ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്ത നക്സൽ ഏരിയയിലെ ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ BSFലേക്ക് ആദ്യം 21 വേക്കൻസി ആയിരുന്നു. അത് 24 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. CISFലേക്ക് 6 വേക്കൻസി ആയിരുന്നു. അത് 18 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. CRPFയിലേക്ക് 3 വേക്കൻസി ആയിരുന്നു. അത് 5 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്. SSBയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ITBPയിലേക്ക് ആകെ 3 വേക്കൻസി ആയിരുന്നു. ഒരു വേക്കൻസി ഇൻക്രീസ് ചെയ്ത് അത് 4 വേക്കൻസി ആയിട്ട് ഉയർന്നിട്ടുണ്ട്.
ആസാം റൈഫിൾസിലേക്ക് വേക്കൻസി സെയിം തന്നെയാണ്, ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ള റിവൈസ്ഡ് വേക്കൻസിയിൽ കേരളത്തിൻ്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.